ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് രാജുവിന്റെ വീടാണ്. ശ്രീയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയാതെ ടെൻഷനോടെ നടക്കുന്ന വേണു ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് ഫോൺ എടുത്തതിന് ശേഷം ഹരീഷ് ചോദിക്കുകയാണ്. ഹരീഷാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ആരാ? എൻ്റെ പേര് വേണു. ഞാൻ നിങ്ങളുടെ ഭാര്യയുടെ അച്ഛനാണ്. എനിക്ക് മോളോടൊന്ന് സംസാരിക്കണമായിരുന്നു എന്ന് വേണു പറയുമ്പോൾ പറ്റില്ലെന്ന് തീർത്ത് പറയുകയാണ് ഹരീഷ്. തുടർന്ന് ശ്രീലക്ഷ്മിയുടെ മുഖത്തെ സങ്കടം കണ്ടുകൊണ്ട് ഹരീഷ് ശ്രീക്ക് ഫോൺ കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വേണു ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് ശ്രീ പറയുന്നു. മോളെ, ഹരീഷിനോട് ദേഷ്യമൊന്നും കാണിക്കണ്ട. അവൻ നല്ലൊരുത്തനാണ്. ഹരീഷിന് ഞങ്ങളോടുള്ള ദേഷ്യമെല്ലാം പതിയെ പതിയെ മാറിക്കോളും. 5 മിനിറ്റിനപ്പുറത്തേക്ക് നിങ്ങളുടെ സൗന്ദര്യപ്പിണക്കുമെന്നും മുന്നോട്ട് നീട്ടിക്കൊണ്ടു പോകരുതെന്നും അത്രയും പറഞ്ഞുകൊണ്ട് വേണു കോള് കട്ട് ചെയ്യുകയാണ്. എന്താ വേണുവേട്ടാ, എന്താ പറ്റിയതെന്ന് രാധമ്മ വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ ഹരീഷ് ആരാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞതും ഫോൺ കൊടുക്കാൻ തയ്യാറായില്ലെന്നുമൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ രാധമ്മയോട് തുറന്നു പറയുകയാണ് വേണു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന പത്മാവതിയാണ്. അതേസമയം ജഗന്നാഥനും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പത്മാവതി മോളെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, അവള് പഠിക്കുകയാണോ എന്ന് ജഗന്നാഥൻ ചോദിക്കുമ്പോൾ അല്ലെന്നും അവളുടെ വിവാഹം കഴിഞ്ഞെന്നും പത്മാവതി പറയുന്നു. ആരാ പയ്യനെന്ന് ജഗന്നാഥൻ ചോദിക്കുമ്പോൾ അതിപ്പോ തൽക്കാലം ഒരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ എന്നും ജഗന്നാഥേട്ടന് അറിയാവുന്ന ഒരാളുടെ മകൻ തന്നെയാണ് ഋതികയെ കല്യാണം കഴിച്ചിരിക്കുന്നതെന്നും പത്മാവതി പറയുന്നു. മകളുടെ കല്യാണത്തിന് പത്മ ഉണ്ടായിരുന്നില്ലേ എന്ന് ജഗന്നാഥൻ ചോദിക്കുമ്പോൾ അതിനുള്ള ഭാഗ്യമൊന്നും ദൈവം എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് പത്മാവതി വിഷമത്തോടെ പറയുന്നു. മനോഹരമായി പ്രണയിച്ച് ജീവിച്ചവരായിരുന്നില്ലേ നിങ്ങള്? നിങ്ങളുടെ ജീവിതം തകർക്കാൻ ഞാനും ഒരു കാരണക്കാരനായിരുന്നില്ലേ എന്നൊക്കെ ജഗന്നാഥൻ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് പത്മാവതി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രതാപന്റെ വീടാണ്. പിന്നീട് കാണിക്കുന്നത് അംബികയാണ്. ദീപകിനെ വിളിച്ചുകൊണ്ട് ജഗന്നാഥനെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ ദേഷ്യത്തോടെ പറയുകയാണ് അംബിക. അതേസമയം ജോലിക്കാരി ചായയുമായിട്ട് മുറിയിലേക്ക് വരുമ്പോൾ എന്നോട് അനുവാദം ചോദിക്കാതെ മുറിയിലേക്ക് കയറിയത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് ആ ചൂട് ചായ ജോലിക്കാരിയുടെ മുഖത്തേക്ക് ഒഴിക്കുകയാണ് അംബിക. തുടർന്ന് ആ കപ്പ് നിലത്തേക്ക് എറിഞ്ഞൊടിച്ചതിന് ശേഷം ആ ജോലിക്കാരിയെ മുറിക്ക് പുറത്താക്കുകയാണ് അംബിക. പിന്നീട് കാണിക്കുന്നത് ജോലിക്കാരി താഴെ വന്ന് മുഖം കഴുകുന്നത് കണ്ടുകൊണ്ട് യാമിനി അങ്ങോട്ടേക്ക് ചെല്ലുന്നതാണ്. എന്തുപറ്റി സുജയ് എന്ന് യാമിനി ചോദിക്കുമ്പോൾ അത് പിന്നെ അനുവാദമില്ലാതെ മുറിയിലേക്ക് കയറിയതിന് അംബിക മേഡം എന്റെ മുഖത്ത് ചായ ഒഴിച്ചെന്ന് സുജ പറയുന്നു. ഇത് അങ്ങനെ വിട്ടാൽ ശരിയാകില്ലല്ലോ, ചോദിച്ചിട്ട് തന്റെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് യാമിനി അംബികയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ യാമിനി മുറി തുറക്കാൻ ഒരുങ്ങുമ്പോഴാണ് അംബിക സജിയോട് ഫോണിൽ സംസാരിക്കുന്നതെല്ലാം തന്നെ യാമിനി കേൾക്കുന്നത്. ശത്രു ആരാണെങ്കിലും തിരഞ്ഞുപിടിച്ച് കൊല്ലുന്ന ചരിത്രമേ അംബികാവർമ്മയ്ക്കുള്ളെന്നും അതുകൊണ്ട് നീ എത്രയും വേഗം തന്നെ അവനെ കണ്ടുപിടിച്ച് കൊന്നേക്കണമെന്നും ദേഷ്യത്തോടെ അംബിക പറയുന്നു. ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ മുറിക്ക് പുറത്ത് നിൽക്കുകയാണ് യാമിനി. ഭഗവാനെ, ഈ വീടിനകത്ത് എങ്ങനെ ജീവിക്കും എന്നുള്ള ടെൻഷനിൽ നിൽക്കുകയാണ് യാമിനി. പെട്ടെന്ന് തന്നെ ആരോ മുറിക്ക് പുറത്തായി ഉള്ളതായി തോന്നുകയാണ് അംബികയ്ക്ക്. അതേസമയം തന്നെ യാമിനി മാറി ഒളിച്ചു നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് രാജു സൂര്യമംഗലം കോവിലകത്തേക്ക് എത്തുന്നതാണ്. ഇവിടെ CCTV ഉണ്ടോ എന്ന് രാജു കുറുപ്പിനോട് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് കുറുപ്പ് പറയുന്നു. എന്നാലേ എത്രയും വേഗം ഒരെണ്ണം വാങ്ങി വെക്കേണ്ടതായിരിക്കുന്നു. അന്നിവിടെ അമ്മാമ്മയെ കൊല്ലാനായി വന്നതേ ആ ദീപക്കും കൂട്ടരുമായിരുന്നു. ഇത് കേൾക്കുന്ന കുറുപ്പ് അംബികയുടെ മോനോ എന്ന് ചോദിച്ചുകൊണ്ട് ഞെട്ടലോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ കാവൽക്കാരൊന്നുമില്ലേ എന്ന് രാജു ചോദിക്കുമ്പോൾ ഉണ്ടെന്നും കൂടുതൽ ആൾക്കാർ തന്നെയാണ് ഉള്ളതെന്നും കുറുപ്പ് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രതാപന്റെ വീട്ടില് എല്ലാവരും ആഹാരം കഴിക്കാനായി ഇരിക്കുന്നതാണ്. അതേസമയം പേടിയോടെ എല്ലാവർക്കും ആഹാരം വിളമ്പുകയാണ് യാമിനി. അല്ല ചേച്ചി, ദീപക് എവിടെ? അവനോട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ മോളോട് പറഞ്ഞ് അവളുടെ ഏതെങ്കിലും കമ്പനിയിൽ ജോലിക്ക് കയറാൻ നോക്കാനായി പ്രതാപം പറയുന്നു. തുടർന്ന് ആഹാരം വിളമ്പാൻ നേരം യാമിനിയുടെ കൈ വിറയ്ക്കുന്നത് ശ്രദ്ധിക്കുകയാണ് എല്ലാവരും. എന്തു പറ്റിയെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ ചെറിയൊരു പനിക്കോളുണ്ടെന്ന് യാമിനി പറയുന്നു. തുടർന്ന് യാമിനിയോട് റെസ്റ്റ് എടുക്കാൻ പറയുകയാണ് പ്രതാപൻ. എന്നാൽ മുറിയിലേക്ക് പോകുന്നതിന് പകരം നേരെ അംബികയുടെ മുറിയിലേക്ക് ചെന്ന് അംബികയുടെ ഫോൺ എടുത്ത് നോക്കുകയാണ് യാമിനി. അതേസമയം മുറിയിലേക്ക് വരുന്ന അംബിക ദേഷ്യത്തോടെ യാമിനി നോക്കി നിൽക്കുന്നു. ഇത് കണ്ട് പേടിയോടെ നിൽക്കുന്ന യാമിനിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.